വളരെ ഹാപ്പി ഫീലിംഗ് അല്ലേ, വളരെ സന്തോഷമായിട്ടുള്ള ഫീലിംഗ്. അത് ഞാനൊക്കെ ഭാഗ്യം ചെയ്തിട്ടുണ്ടാവണം ഇങ്ങനെ ഒരു സ്റ്റാർ കാസ്റ്റിൻ്റെ കൂടെ ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ആശീർവാദ് സിനിമാസ് എന്ന് പറഞ്ഞ ഒരു വലിയ ബാനറിൻ്റെ അടിയിൽ ഒരു ഇത്രയും വലിയൊരു ഡെബ്യൂ കിട്ടാൻ, ഫസ്റ്റ് മൂവി കിട്ടാൻ ഞാൻ കുറേ ഭാഗ്യം ചെയ്തിട്ടുണ്ടാവും. പ്ലസ് മേജർ ഡയറക്ടർ സിദ്ദിഖ് സർ, അങ്ങേരുടെ അടിയിൽ അങ്ങേരുടെ ഗൈഡൻസിൽ എനിക്കിത് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ഐ മീൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അതൊരു വേറെ ലെവലിൽ ഒരു സന്തോഷം. നമ്മൾ ഇത് ഐ ഡ്രീംഡ് അബൌട്ട് ദിസ് എന്ന് കൂടി പറയാൻ പറ്റില്ല, നമ്മൾ ഡ്രീം പോലും ചെയ്തിട്ടില്ലല്ലോ ഇത്. അപ്പോൾ അങ്ങനത്തെ ഒരു ലെവലിലുള്ള ഒരു സന്തോഷമാണ്. സോ ഐ എം വെരി ഹാപ്പി, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായി. സോ ബേസിക്കലി പറഞ്ഞാൽ ആക്ടിങ്ങോട് ഒരു പാഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, സോ സിനിമ എന്ന് മാത്രമല്ല സ്റ്റേജും എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. കുറേ സ്റ്റേജാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മുമ്പ്. ഞാൻ ന്യൂയോർക്കിൽ ഓഫ് ബ്രോഡ്വേ പ്ലേസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ബ്രോഡ്വേയിലും കയറിയിട്ടുണ്ട് ഒരു പ്ലേന്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് അത് സിനിമയായി ചെയ്യണം എന്ന് മാത്രമല്ല ആക്ടിങ്ങിനോട് ഒരു പാഷൻ ഉണ്ടായിരുന്നു. സോ അതിൽ ഒരു നല്ല അവസരം കിട്ടിയാൽ ചെയ്യാൻ ഉള്ള ഒരു നെസസിറ്റി അല്ല ഒരു ഈഗർനെസ് ഉണ്ടായിരുന്നു, ഒരു ആവേശം. അപ്പോൾ അത് ഇങ്ങനെ ഒരു നല്ല അവസരമായി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. വന്നതിൽ വളരെ സന്തോഷം. സോ ഓൾവേസ് ഇറ്റ് വാസ് എ പാഷൻ ടുവേർഡ്സ് ആക്ടിങ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് മൂവീസ്. ബിക്കോസ് നമ്മളുടെ കൺട്രിയിൽ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ സ്റ്റേജ് എന്ന് പറഞ്ഞ ഒരു ഇത് അത്ര സ്ട്രോങ് അല്ല. സോ നമ്മൾ ആലോചിക്കുന്നത് ഫസ്റ്റ് ആക്ടിങ് എന്ന് പറയുന്ന മൂവീസാണ്. അവിടെ രണ്ട് വിധത്തിലും ഉണ്ടായിരുന്നു. പുറത്തൊക്കെ നോക്കിയാൽ സ്റ്റേജുമുണ്ട്, സിനിമയുമുണ്ട്. സോ ഇവിടെ നമ്മൾ സ്റ്റേജ് ഇപ്പോൾ റിവൈവ് ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ JD പാക്ക് വെച്ചോ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഹാറ്റ്സ് ഓഫ് ടു കേട്ടോ. അത്ര സ്റ്റേജിൻ്റെ റിവൈവ്, ബിക്കോസ് അവരും ആക്ടേഴ്സാണല്ലേ. സോ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് വാസ് എ പാഷൻ ടുവേർഡ്സ് ആക്ടിങ് എന്ന് പറയാം ബേസിക്കലി. അപ്പോൾ ഇവിടെ വന്നിട്ട് സിനിമയിൽ നല്ല അവസരം കിട്ടി. ബിക്കോസ് എ ഫസ്റ്റ് റീച്ച് ഇവിടെ ആക്ടേഴ്സിന് സിനിമയാണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഇങ്ങനെ ചെയ്തു, സന്തോഷം. സിദ്ദിഖ് അങ്കിള് ഈ ക്യാരക്ടർ എഴുതിയപ്പോൾ എന്താ ആലോചിച്ചതോ ഏത് ഇമാജിനേഷനിലാണ് എഴുതിയതെന്ന് നമുക്കറിയില്ല. പക്ഷേ എന്നെ കണ്ടപ്പോൾ ഹി തോട്ട് മേ ബി കണ്ടപ്പോൾ ഈ വുഡ് ഹവ് സീൻ ലൈക്ക് ഇത് ഞാൻ എഴുതുന്ന ക്യാരക്ടറിന് സൂട്ടാവുന്ന ഒരു കഥാപാത്രമായിരിക്കും ഇത് ലൈക്ക് ഇവൻ്റെ ഫേസ് കറക്റ്റ് ആയിരിക്കും. അതിന് വിചാരിച്ചിട്ടുണ്ടാവാമെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നു. ബിക്കോസ് ആ പ്രോസസ്സ് ഫസ്റ്റ് ചാൻസിൽ എനിക്കിത് കിട്ടിയപ്പോൾ ഈ ചോദ്യമൊന്നും ഞാൻ ചോദിച്ചില്ല, നേരെ ചാടി പിടിച്ചു. അത് ഓക്കെ, ദാറ്റ് ഓപ്പർച്യൂണിറ്റി വന്നു, അത് കയറി പിടിച്ചു. ദാറ്റ്സ് ദി ഓൺലി തിങ് ഐ ഡിഡ്. പക്ഷേ ഡെഫിനറ്റായിട്ട് അങ്ങേരുടെ മൈൻഡിൽ അത്രയും ഫേസസ് പോയി കാണും. വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങേരെ എഴുതുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ അനലൈസ് ചെയ്തിട്ട് അങ്കിളിനെയാണ് ഇതിനു വേണ്ടി ചന്ദ്രബോസിൻ്റെ ക്യാരക്ടറിന് വേണ്ടി ഓർമ്മ വന്നത്, അതാണ് വന്നത് എഴുതുമ്പോൾ. ഇതിനൊരു ഫേസ് അതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ മോഹം അയാൾക്ക് കാണാൻ കഴിഞ്ഞു, അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. സിദ്ദിഖ് സാർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു സംവിധായകൻ എൻ്റെ മോഹം കണ്ട് അതിൽ ഫിറ്റ് ആവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ പോണേ ഞാൻ. സോ ചാടിക്കറി ചെയ്യുകയുള്ളൂ, അത്രേ ഉള്ളൂ. സാറ് എന്നെ കണ്ടിട്ടുണ്ട്, ചെറുപ്പത്തൊട്ട് തന്നെ കണ്ടിട്ടുണ്ട്. എൻ്റെ ഇവിടെ ഞാൻ അമ്മേനെ കാണാൻ വരുമ്പോൾ ഞാൻ കുറച്ച് ദിവസം പുറത്ത് നാട്ടിലായിരുന്നു പഠിച്ചതൊക്കെ. ചെന്നൈയിൽ ജനിച്ചു വളർന്നു, പിന്നെ വെളിനാട്ടിലായിരുന്നു ഫുൾ പഠിച്ചതൊക്കെ. സോ ഇവിടെ എപ്പോഴും വെക്കേഷനിൽ വരുമ്പോൾ അങ്ങനെയൊക്കെ പരിചയമുണ്ട്. പിന്നെ എൻ്റെ അമ്മയടുത്ത് ഞാൻ ഇങ്ങനെ തുറന്നു പറഞ്ഞു, ഇങ്ങനെ എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, നാട്ടിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. സോ ഞാൻ എൻ്റെ ജോലി ഒഴിവാക്കണമെങ്കിൽ നല്ലൊരു അവസരം കിട്ടിയാൽ ഞാൻ തിരിച്ചു വന്ന് ഞാൻ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ കമേഴ്ഷ്യൽ മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു ന്യൂയോർക്കിൽ. സോ അവിടെ നിന്ന് ഞാൻ തിരിച്ചു വരാൻ കാരണം ഇങ്ങനെ, അപ്പോൾ അമ്മ ഇങ്ങനെ ഇത് പുറത്ത് വലുതായിട്ട് പറഞ്ഞില്ല, ജസ്റ്റ് ഷീ സെഡ് ഈ ഫിലിം സർക്കിളിൻ്റെ ഇടയിൽ കൂടി ഷീ സെഡ് മോന് താല്പര്യമുണ്ട്, പക്ഷേ നല്ല അവസരം വന്നാൽ ചെയ്തോട്ടെ, ഇല്ലെങ്കിൽ അവൻ ജോലി വിടുന്നത് എനിക്ക് താല്പര്യമില്ല, അവൻ പഠിച്ചതൊക്കെയാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അപ്പോൾ ചേച്ചിയുടെ മോൻ എങ്ങനെ ഉണ്ടാവും നോക്കി ആ സമയത്ത് എൻ്റെ ഫോട്ടോ അയക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഔട്ട് ഓഫ് ദി കൺട്രി ആയിരുന്നു, ഇമെയിലിലാണ് ഫോട്ടോ അയച്ചത്. കണ്ടിട്ട് ഓക്കെ ഇത് സൂട്ടാവും ഈ ഫോട്ടോ, നീ എന്നെ ഉടനെ വന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് വന്നു, കണ്ടു, ഉടനെ എത്തിപ്പെട്ടു. അമ്മ വാസ് വെരി ഹാപ്പി.
പക്ഷേ ഇത് അവർ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ചെയ്തോ അതേ സെയിം ലെവലിൽ ഞാൻ ചെയ്യണം എന്ന് കുറേ ആഗ്രഹപ്പെടുന്ന ഒരു സ്ത്രീയാണ്. സോ അത് ഞാൻ പൂർത്തി ചെയ്യാൻ ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് അത്രേ ഉള്ളൂ. ആൻഡ് എനിക്ക് അഡ്വൈസ് ഒന്നും വലുതായിട്ട് കൊടുത്തില്ല. അമ്മ പറഞ്ഞു ഇങ്ങനെ സിദ്ദിഖ് സാർ എന്ത് പറയുന്നു അത്രയും വലിയൊരു ഡയറക്ടർ അങ്ങേർക്ക് അറിയാൻ പറ്റുമെന്ന്, ഇങ്ങനെ നിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയാണ് ഒരു ഇമോഷൻ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുക, അങ്ങേർക്ക് ബെസ്റ്റ് അറിയാം. അപ്പോൾ ഡയറക്ടേഴ്സ് ആർട്ടിസ്റ്റ് പോലെ ഡയറക്ടേഴ്സ് പറയുന്നത് കേട്ട് ചെയ്ത് വരിക, യു വിൽ ബി ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു. ആൻഡ് നൗ ഷീ ഈസ് ഹാപ്പി. ഫിലിമിൻ്റെ ഒരു റിസൾട്ട് കണ്ടിട്ട് ഇത്രയും വലിയൊരു റിസപ്ഷൻ കിട്ടി കഴിഞ്ഞിട്ട് ആൾക്കാർ നമ്മുടെ പെർഫോമൻസും ഇതുവരെ ജനം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സിദ്ദിഖ് സാറിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ അപ്പോൾ ഐ തിങ്ക് ഇപ്പോൾ ഒരു പ്രൗഡ് മദറായിട്ടിരിക്കുകയാണ്. അത് അങ്ങനെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. സോ